എന്നാ കറി ഉണ്ടാക്കാൻ പോണെന്നറിയാമോ? നാട്ടിൽ നിന്ന് കൊണ്ടാണ് നല്ല ചക്കക്കുരു, പാവൻ്റെ മമ്മി പപ്പയും എല്ലാം ഒരുക്കി റെഡിയാക്കി തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല പച്ചമാങ്ങ അരിഞ്ഞ് നല്ല പീസായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടല്ല, ഒരു പൂളായിട്ട് അരിയത്തില്ലേ, അങ്ങനെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഇച്ചിരി ചക്കക്കുരു മാങ്ങയും തേങ്ങ അരച്ച് കറി വയ്ക്കാൻ പോവാം. അതിൻ്റെ കൂടെ കാട ഫ്രൈ ചെയ്യാൻ പോവാം. ഇന്നത്തെ സ്പെഷ്യൽ അതാണ് കേട്ടോ. ഉണ്ടാക്കട്ടെ. സമയം 10-11 മണിയായേ. അത് പിന്നെ അങ്ങനെയല്ലേ, നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് കുഞ്ഞുള്ളി ഇട്ട കറി, ചക്കക്കുരു മാങ്ങ, പിന്നെ എന്നാ അങ്ങനെയുള്ള എല്ലാ നാട്ടിലും അത്യാവശ്യം കേടാവാതിരിക്കുന്ന എല്ലാ സാധനങ്ങളും ആയിരിക്കും നമ്മുടെ ഈ പെട്ടിക്കകത്തും ഒക്കെ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ അതിലൊരു സ്നേഹം നിറച്ച് നമ്മുടെ വീട്ടുകാർ തന്നു വിടുന്നതാണ്. അത് കഴിക്കുമ്പം അവരുടെ ആ സ്നേഹം നമുക്ക് കിട്ടും അല്ലേ. അല്ലെങ്കിൽ തന്നെ ഈ നാടൻ കറികളോട് എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇപ്പം ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ചിക്കനൊക്കെ ഞാൻ ഇത്തവണ നാട്ടിൽ ചെന്നിട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. വല്ലപ്പോഴും എങ്ങാനും കഴിച്ചു കാണും. എനിക്ക് ഈ പച്ചക്കറികളൊക്കെ മതി, അത് വീട്ടുകാർക്കും അറിയാം. അപ്പോൾ എൻ്റെ മമ്മിയൊക്കെ ആണെങ്കിലും എവിടെ ചെന്നാലും എനിക്ക് ഈ നാടൻ കറികൾ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കാറും കേട്ടോ. അതെന്നെ നടത്തില്ല. ഇവിടെ ചിലപ്പോൾ നമ്മൾ ഈ ഇറച്ചി മീനും കഴിച്ച് മടുത്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കും അതിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമല്ലേ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിക്കാൻ പോവാം. ഉണ്ടാക്കിയെന്ന് കണ്ടോ? നല്ല ചോറും ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലയും കൂടെ കറി വെച്ചു, കാട വറുത്തു, പിന്നെ നമ്മുടെ മറ്റേ പയർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞ് നല്ല പച്ചപ്പയറാണ് കേട്ടോ, കറുത്ത പയർ, അത് തോരൻ വെച്ചു. പിന്നെ എനിക്ക് കൊത്തിയായിട്ട് ഞാൻ ഇച്ചിരി ചമ്മന്തി അരച്ചു, തേങ്ങ ചുട്ട് ചമ്മന്തി അരച്ചു, പുളിച്ചമ്മന്തി കേട്ടോ. പിന്നെ ക്യാരറ്റും മാങ്ങയും കൂടെ ചുമ്മാ ഇങ്ങനെ അരിഞ്ഞിട്ട് മുളകൊക്കെ ഇട്ട് അച്ചാർ പോലെ എന്ന് പറയാം, അച്ചാർ പൊടിയൊന്നും ഇടാതെ അങ്ങനെ ഉണ്ടാക്കിയെടുത്താ കേട്ടോ. അപ്പം എല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. കഴിച്ചു നോക്കാവേ. ഇങ്ങനെയുള്ള നാട്ടുരുചികളൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ലക്ഷറി ആയതുകൊണ്ട് വെറുതെ ഒരു വീഡിയോ എടുത്ത് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും കൊതി വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് സദയം ക്ഷമിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുമോ? നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അല്ല കേട്ടോ. വിശന്നിരിക്കുന്നവരാരും ഇത് കാണാൻ നിൽക്കണ്ടേ. അല്ലെങ്കിൽ പിന്നെ ഇനി സിക്ക് ലീവ് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് എനിക്ക്. പ്ലീസ്. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.